നമുക്ക് ഷീനിന്ന് ഓർഡർ ചെയ്ത കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ? ഞാൻ മെയിനായിട്ട് ക്യുലിറ്റിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് എന്താണ് ഡൈ കട്ടിംഗ് ടൂൾസും പിന്നെ അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് മെറ്റീരിയൽസ് ആണ് കേട്ടോ മെയിനായിട്ട് മേടിച്ചത്. പിന്നെ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ജേർണലിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസുമാണ് വാങ്ങിയത് കേട്ടോ. ഇതിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ മിനി ഡൈ കട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഞാൻ കുറേ കാലമായിട്ട് കാർട്ടിലിട്ട് വെച്ചിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. ഈ മിനി ഡൈ കട്ടിംഗ് മെഷീൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഓരോ ഡിസൈനും നമുക്ക് ഓരോ ഡൈ കട്ടിംഗ് ഡൈസ് വാങ്ങണം. പക്ഷേ ക്രിക്കറ്റ് ആണെങ്കിൽ നമുക്കത് ഡിസൈൻ ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ക്രിക്കറ്റാണ് ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പക്ഷേ ക്രിക്കറ്റ് കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്. നമുക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. നമുക്ക് ഏറ്റവും അർജന്റ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് പാറ്റേൺസിൻ്റെ കട്ടിംഗ് ഡൈസ് വാങ്ങിയിട്ട് അത് യൂസ് ചെയ്യും അങ്ങനെ. ഇത് കുറച്ച് വിൻറ്റേജ് തീമിലുള്ള കുറച്ച് വാഷി ടേപ്സ് ആൻഡ് ഇത് അതേപോലെ വിൻറ്റേജ് തീമിലുള്ള കുറച്ച് പാറ്റേൺസ് ഉള്ള പേപ്പറിലുള്ള ഒരു മിനി ബുക്ക്. പിന്നെ ഇത് നമ്മളെ ഡോട്ടഡ് നോട്ട് ജേർണലിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഐറ്റം. ഞാനിവിടെ ലോക്കൽ സ്റ്റോറിൽ ഞാൻ ഓൾമോസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന സ്റ്റോറിലൊക്കെ തപ്പുമ്പോൾ ഇതങ്ങനെ കിട്ടലില്ല. അപ്പം ഞാൻ ഷീനിന്ന് ഓർഡർ ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതാണ് നമ്മളെ മെയിൻ ഐറ്റം മിനി ഡൈ കട്ടിംഗ് മെഷീൻ. ഇത് എന്താ വെച്ചാൽ ഭയങ്കര ചെറുതാണ്. നമ്മളൊരു കയ്യിൻ്റെ അത്രേ ഉള്ളൂ. കുറച്ചൊരു ഹെവിയുമാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 പ്ലേറ്റ് കിട്ടി. എന്ന് വെച്ചാൽ ഒന്നൊരു എ എന്ന് പറഞ്ഞിട്ട് ലേബൽ ചെയ്തതും ഒന്ന് ബി എന്ന് പറഞ്ഞിട്ടും. ആൻഡ് എ കുറച്ചൊരു തിക്നെസ് കൂടുതലാണ് ബീനേക്കാളും. ആൻഡ് എ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ പേപ്പർ നമുക്ക് ഏത് പേപ്പറിലാണോ കട്ട് ചെയ്തെടുക്കേണ്ടത് ആ പേപ്പറും ദെൻ അതിൻ്റെ മേലെ നമ്മളെ ഡൈ കട്ടറും കൂടി വെച്ചിട്ട് ബി പ്ലേറ്റ് ടോപ്പിൽ വെച്ചിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ ഒരു സൈഡിലുള്ള ലിവർ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നമുക്ക് കട്ടായിട്ട് കിട്ടും. ആൻഡ് ഭയങ്കര ചില പേപ്പറാണെങ്കിൽ നമുക്കൊന്ന് 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ്ലി അത് കട്ട് ചെയ്തിട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് തിക്നെസ് കൂടിയ പേപ്പറൊക്കെ ആണെങ്കിൽ മേ ബി കുറച്ചൊരു ഹാർഡായിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇത് ഒരു മിനി ഹോൾ പഞ്ചാണ്. നമുക്ക് ജസ്റ്റ് ഒരു ഹോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പഞ്ച്. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഇത് ഭയങ്കര തിക്നെസ്സിൽ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു 2 പേപ്പർ 3 പേപ്പറൊക്കെ വെച്ചിട്ട് മാത്രം അടിക്കാൻ പറ്റും. പിന്നെ ഇത് ഡിഫറെൻറ്റ് പാറ്റേൺസിൽ വരുന്ന അതുപോലത്തെ ഹോൾ പഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. ബൈ.